ഇലക്ഷനൊക്കെ നടന്നു, എല്ലാം നന്നായിട്ട് തന്നെ വലിയ കുഴപ്പമില്ല നടന്നു. അപ്പോൾ ജയിച്ചവർ സന്തോഷിക്കുക, തോറ്റവർ തോൽവി സമ്മതിക്കുക. ജയിച്ചവർക്ക് ലൈക്ക് നിങ്ങൾ ജയിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ LDF തോക്കാനുള്ള 3 കാര്യം ജസ്റ്റ് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കർക്കശവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഇതിലുള്ള ധാർഷ്ട്യമല്ല നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത്. ജനങ്ങൾക്ക് നമ്മുടെ ജനങ്ങളിൽ ഒരാളായിട്ടൊക്കെ തോന്നും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലക്ഷന് ഒരാഴ്ച മുമ്പും 1 മാസം മുമ്പും അല്ല ഫണ്ട് എടുത്ത് പ്രചരണം നടത്തി ഈ പറഞ്ഞ പോലെ റോഡ് മൊത്തം ബോർഡ് വെച്ചും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഇന്റർവ്യൂ കൊടുത്ത് പോഡ്കാസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അല്ല വർഷം 5 വർഷം 10 വർഷം ഭരിച്ചു. 5 വർഷം ഓക്കെ, ലാസ്റ്റ് 5 വർഷം പ്രോപ്പറായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നു, ഒരു പ്രോപ്പർ മീഡിയം യൂസ് ചെയ്ത് ആൾക്കാർക്ക് കണക്ട് ചെയ്യായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ പറയായിരുന്നു. ഇലക്ഷൻ തൊട്ടുമ്പല്ല. പിന്നെ ഈ പൈസ എടുത്ത് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളോട് ഇൻവെസ്റ്റ് ലൈക്ക് കൊടുത്ത് അത് നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ട് മാറ്റാറ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം ആൻഡ് ഫൈനൽ, ഈ 2 തവണയൊക്കെ ജയിച്ച MLA-മാർക്ക് പ്രായമായി 10 കൊല്ലമായാലും ഓൾറെഡി അവർ മറ്റേ വർഷം ഇതായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ കാണും. പക്ഷേ ഇവരെ നിങ്ങൾ പാർട്ടിയുടെ സീനിയർ പൊസിഷനിലോട്ട് മാറ്റിയിട്ട് യുവതലമുറയെ സ്ഥാനാർത്ഥിയാക്കുക. ലൈക്ക് യുവതലമുറ ആൾക്കാരെ MLA ആക്കുക. എന്നിട്ട് ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിർത്തിയിട്ട് അവരുടെ അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ചെറുപ്പക്കാരും ഇവരും കൂടെ സംഘം ചേർന്ന് പോട്ടെ, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരു ചേഞ്ച് വേണ്ടേ? ഈ ഒരേ പാറ്റേൺ തന്നെ പോയി UDF ചേഞ്ച് ചെയ്തു, അത് അവർ നടത്തി. ഈവൻ BJP പോലും പ്രോപ്പറായിട്ട് ചേഞ്ച് കൊണ്ടുവന്നു. ലൈക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവന്നു, ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് അവർ തന്നെ പറയുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു വ്യത്യാസം, ഒരു മാറ്റം വരട്ടെ. ഇപ്പോൾ UDF വെച്ചൊരു മാറ്റം ആവട്ടെ. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടോ. പിന്നെ കേരളം നന്നാവട്ടെ. ശുഭദിനം. അങ്ങനെ പോയാലോ? അരുൺകുമാരൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി അഖിൽ രാജ് എന്ന അഖിൽമാല 10,000 വോട്ട് പോലും തിരിച്ചുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ വോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ എന്റെ വിചാരം. ചക്കയുടെ കാലാണ്. കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ചു. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 ആടമണ്ഡലം ചക്ക എല്ലാം ജീവിച്ചു. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മുടെ ചിഹ്നമാണ്.